ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തുടക്കം തന്നെ ഇന്ന് ജാനി ഉറങ്ങണതാണ്. അതെന്താ വെച്ചാൽ രാവിലെ എണീറ്റായിട്ട് സ്കൂളിലേക്ക് പോകണ്ട എന്നറിഞ്ഞതുകൊണ്ട് സന്തോഷം കൊണ്ട് വീണ്ടും ഉറങ്ങണതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളിൽ വിടാതെ നമ്മളെല്ലാവരും കൂടി യാത്രയായിട്ട് ആലുവ വരെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പതിവ് നമുക്ക് തെറ്റിക്കാൻ പറ്റില്ലല്ലോ, അച്ഛന് ഫുഡ് കൊടുക്കലാണ് നമ്മുടെ മുഖ്യം. അപ്പോൾ അത് ആ പതിവ് പോലെ അച്ഛന് ഫുഡ് കൊടുക്കുകയാണ്. ആലുവയ്ക്ക് പുറപ്പെട്ടത് വളരെ നല്ല ദിവസമായിരുന്നു ഗൈസ്. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോരാത്ത മഴയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ആകെ തിരിച്ചെത്തുമ്പോഴത്തേക്കും വലഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കണ്ടു, അന്തരീക്ഷം കണ്ടു, നല്ല മഴക്കാരുള്ള അന്തരീക്ഷം. മഴക്കാർ മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഒപ്പം മഴയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോണത് ഫസ്റ്റ് ചേച്ചിയുടെ ഫ്ലാറ്റിലേക്കാണ് പോണത്. അപ്പോൾ ഇത് നമ്മുടെ പവർ ഹൗസാണ് കേട്ടോ. 400 KVയുടെ ചിറക്കിയാകോടുള്ള ചിറക്കിയാകോടുള്ള പവർ ഹൗസാണ്. ചിറക്കിയാകോടും അല്ലല്ലോ ഈശ്വര, മാടക്കത്ര പാണ്ടിപ്പറമ്പിലുള്ള പവർ ഹൗസാണ്. ഇതേ കുറേ ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ പകുതിയൊക്കെ മറന്നുപോയി, അതുകൊണ്ടാണ് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇതാ ചേച്ചീനെയും മക്കളേനെയും, അപ്പോൾ അമ്മൂമ്മ ചേച്ചിയുടെ അടുത്തായിരുന്നു. അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ശബരിമലയ്ക്ക് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് പറ്റാണ്ടായ സമയത്ത് മക്കളെ സ്കൂളിലേക്ക് വിടൊക്കെ വേണമല്ലോ, മാറി നിൽക്കാൻ അതും പറ്റില്ല. കാരണം പിള്ളേരെ സ്കൂളിലേക്ക് വിടാം, സ്കൂൾ ബസ്സൊക്കെ അവിടെ നിന്നാണ്. അപ്പോൾ അമ്മൂമ്മേനെ ചേച്ചി കുറച്ച് ദിവസത്തേക്ക് ചേച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോയതായിരുന്നു. അങ്ങനെ അമ്മൂമ്മേനെ തിരിച്ച് മാടക്കത്രയിൽ കൊണ്ടാക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീഡിയോയിൽ, എൻ്റെ വീട് മാടക്കത്രയായിരുന്നു. എൻ്റെ ജാനിക്ക് 1 വയസ്സ് 8 മാസം, 1 വയസ്സായിട്ടില്ല, 8 മാസം ഉള്ളപ്പോഴാണ് ഞങ്ങളിവിടെ പീച്ചിയിൽ വന്ന് വീട് പണിത് താമസാക്കിയത് കേട്ടോ. അപ്പോൾ എൻ്റെ പഴയ വീടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് നമ്മൾ മാടക്കത്രയ്ക്ക് പോണ വഴിക്കുള്ള എന്താ പറയുക, ഒരു പുഴയാണ് കേട്ടോ. വില്ലടം പുഴയാണ് കേട്ടോ. ഇതൊരു ചെറിയ എന്താ പറയുക, ചീപ്പ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, മറ്റേ പലകയ്ക്ക് ഇടുന്ന മറ്റേ സംഭവം, വെള്ളം തിരിക്കാനൊക്കെ ആ ഒരു സംഭവമൊക്കെയാണ് കേട്ടോ അത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് കാലം ജീവിച്ചിരുന്നതാണ്. പക്ഷേ പലതും ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ കുറച്ച് ദിവസങ്ങളായി എടുത്തു വെച്ചിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പകുതി മറന്നുപോയി. പിന്നെന്താ വെച്ചാൽ സ്പീഡിലിടുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് ഒരുപാട് ലോങ് വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന വീടുകൾ കംപ്ലീറ്റ്, ഈ കാണുന്ന വീടുകളുടെ 2 ഭാഗത്തുള്ള വീടുകൾ ഫുള്ള് ഞാൻ പണ്ട് കല്യാണത്തിനൊക്കെ മുൻപ് പാല് കച്ചവടത്തിന് നടന്നിരുന്ന വീടാട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് വീട്ടിൽ 14 പശു വരെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജാനീനെ ഡെലിവറിക്കായിട്ട് സൗദിയിൽ നിന്ന് വന്ന സമയത്താണ് ലാസ്റ്റ് പശുവിനെ നമ്മൾ കൊടുത്ത് അവസാനിപ്പിച്ചത്. കാരണം അമ്മയ്ക്ക് എല്ലാം കൂടി നോക്കാൻ പറ്റാത്ത കാരണം. ഇത് ഞാൻ എന്താ സ്ലോ മോഷനിൽ ഇട്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതായിരുന്നു ഞങ്ങളുടെ വീട്. ഈ കാണുന്ന മഞ്ഞ പെയിൻ്റ് അടിച്ച ഇതായിരുന്നു ഞങ്ങളുടെ വീട്. എൻ്റെ ജാനി ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെയായിരുന്നു. 8 മാസം ജാനിക്ക് പ്രായമുള്ളപ്പോഴായിരുന്നു ഇത് കേട്ടോ. ഈ വീടാണ് നമ്മുടെ വീടായിരുന്നത്. ഞങ്ങളുടെ 2 പേരുടെ കല്യാണം കഴിഞ്ഞതും ഞങ്ങളുടെ മക്കളുണ്ടായതൊക്കെ ഈ വീട്ടിലായിരുന്നു. ഈ തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ വീടാണ് എൻ്റെ അമ്മയുടെ തറവാട്. അതായത് എൻ്റെ അമ്മൂമ്മ ഇവിടെയാണ്. അമ്മൂമ്മ നിൽക്കണത് അമ്മയുടെ 2ാമത്തെ അനിയത്തിയും ഭർത്താവും, പിന്നെ ഞാൻ ഇന്നലെ ശബരിമലയ്ക്ക് ഇപ്പോൾ ഇട്ട വീഡിയോയിൽ പറഞ്ഞല്ലോ, അനിയൻ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവരുടെ കൂടെയാണ് അമ്മൂമ്മ നിൽക്കണത്. ഈ തോട്ടിലൊക്കെ ചാടി കുളിച്ച് അറമാദിച്ചേക്കണതിന് കണക്കില്ല ഗൈസ്. നമ്മൾ സ്ഥിരം ഇതിൽ തന്നെയായിരുന്നു. അതൊക്കെ ഒരു എന്താ പറയുക, ഓർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ലാത്ത ഓർമ്മകളാണ് കേട്ടോ അതൊക്കെ. ആ വീട് നമുക്ക് ഇന്നുള്ള എല്ലാം തന്നത് അവിടെയായിരുന്നു. ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതായിരുന്നു ഞങ്ങൾ പാലളക്കാൻ വന്നിരുന്ന സൊസൈറ്റി. വീടുകളിലൊക്കെ പാല് കച്ചവടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പാല് കൊണ്ടുവന്ന് നമ്മൾ ഈ സൊസൈറ്റിയിൽ അളക്കും. ഇത് പിന്നെ നമ്മുടെ വെള്ളാനിക്കര ആണ്ടുണ്ണിത്തേവരുടെ അമ്പലം. ഇവിടുത്തെ കാവടി ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇപ്പോൾ നമ്മളങ്ങനെ എപ്പോഴെങ്കിലും ഒഴിവുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പോകുന്നല്ലാതെ ഇപ്പോൾ എല്ലാ വർഷമൊന്നും അങ്ങനെ പോകാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവരും ഫ്രീ ആണ്, ആർക്കും വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ജസ്റ്റ് കാവടി കാണാനൊക്കെ പോയിട്ട് വരും. അപ്പോൾ ഇത് നമ്മുടെ നെട്ടശ്ശേരി പാടം. നമുക്ക് എന്നും ഈ നാട് നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ചെറുപ്പം നമ്മൾ ആസ്വദിച്ചത് നമ്മൾ ഈ നാട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴായാലും എപ്പോഴായാലും ഈ നാട് എന്ന് വെച്ചാൽ നമുക്ക് അത്രയും സുന്ദരമാണ്, നമുക്ക് അത്രയ്ക്ക് സന്തോഷമാണ് കാണുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓർമ്മകൾ. നമ്മൾ ജനിച്ച് വളർന്ന നാടല്ലേ, ജനിച്ചു എന്നും വേണമെങ്കിൽ പറയാട്ടോ. എൻ്റെ അമ്മയുടെ വീട് പണ്ട് മുതലേ മാടക്കത്രേനായിരുന്നു. അത് പക്ഷേ ഈ വീടായിരുന്നില്ല, തറവാട് വേറെ ആയിരുന്നു. പിന്നെ അത് മുത്തശ്ശൻ്റെ തറവാടായിരുന്നു, അതായത് അമ്മയുടെ അച്ഛൻ്റെ തറവാടായിരുന്നു. അതിൽ പിന്നെ അമ്മയുടെ അച്ഛൻ്റെ അനിയനല്ല ചേട്ടനും പെങ്ങൾക്കൊക്കെ വീടുണ്ട്. പിന്നെ അതിൽ നമുക്ക് പാമ്പുംകാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുത്തശ്ശൻ ഇപ്പോൾ 2 വീടിരിക്കുന്ന പറമ്പ് മുത്തശ്ശനായിട്ട് അധ്വാനിച്ച് മേടിച്ചതായിരുന്നു. അപ്പോൾ അത് നമ്മളവിടെ സ്ഥലമൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ അവിടേക്ക് വീട് പണിത്. തറവാട് പിന്നെ എല്ലാവർക്കും ഷെയറൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ വീട് മുത്തശ്ശൻ പണിതതായിരുന്നു കേട്ടോ. അത് അതിൻ്റെ ഇപ്പുറത്തുള്ളതായിരുന്നു അച്ഛൻ പണിത് നമ്മുടെ വീടായിരുന്നേ. അങ്ങനെ നമ്മളിപ്പോൾ ഞാൻ ആലുവയ്ക്ക് പോകാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാന്ന് പറഞ്ഞില്ല അല്ലേ. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ പൊന്നേട്ടൻ്റെ അനിയൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞിരിക്കുകയായിരുന്നു.
അപ്പോൾ ചേച്ചിക്കും മക്കൾക്കും കുട്ടീനെ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ അതായത് പൊന്നേട്ടൻ വിളിച്ചു പറഞ്ഞു കുഞ്ഞിനെയും ഉണ്ണിനെയും വിളിച്ച് പോകാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങളും വായോ ഞങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ നമുക്ക് ഒരു ദിവസം പോകാൻ ചിറ്റലാണെങ്കിൽ പോലും ചേച്ചീനെയും മക്കളെയും നമ്മൾ ചെല്ലില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി പിള്ളേരെ കൊണ്ട് ഊബർ വിളിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഈ ആലുവ വരെ ഊബർ വിളിച്ച് പോയി പിന്നെ രാത്രി അതായത് ലേറ്റായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എന്നോട് ഏട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് പോവാം വായോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ വിഷ്ണു ചേട്ടൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മളങ്ങനെ പാലിയോക്കര ടോൾ വരെ എത്തിയിട്ടാണ്. അപ്പോൾ ടോൾ എത്തിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവം ഞാൻ കണ്ടു. നമ്മളെല്ലാവർക്കും ഈ ഹിറ്റാച്ചി JCB അതൊക്കെ എപ്പോഴും നമുക്ക് ഭയങ്കര വൈബുള്ള സാധനമല്ലേ. അപ്പോൾ നമ്മൾ ഹിറ്റാച്ചിയൊക്കെ കണ്ട് ഞാൻ കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. അതുപോലെ എവിടെയെങ്കിലും ഇപ്പോൾ ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇപ്പോഴും അത് കുഞ്ഞിലേ നല്ല ഇപ്പോഴായാലും ഹിറ്റാച്ചിയുടെയും JCBയുടെ ഒക്കെ സൗണ്ട് കണ്ടാൽ ഞാൻ അപ്പോൾ ഓടിപ്പോയി നോക്കും. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പോയി നോക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാക്കാം. അതിൻ്റെ ആ കൈ കൊണ്ട് ഇങ്ങനെ മണ്ണ് മാന്തണത് അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ആലുവയ്ക്ക് പോവുകയാണ് കേട്ടോ. പോവാഴ്ച നമ്മൾ ആകെ പെട്ടുപോയൊരു ദിവസമായിരുന്നു. കാരണം ഭയങ്കര മഴയും ബ്ലോക്കും ഒരൊറ്റ സിഗ്നൽ നമുക്ക് കിട്ടാണ്ടിരുന്നിട്ടില്ല. എല്ലാ സിഗ്നലും നമുക്ക് കിട്ടിയിരുന്നു. ഒന്നാമത്തേന് നമ്മൾ ഇറങ്ങിയ സമയം പറഞ്ഞ പോലെ അച്ഛന് ഫുഡ് കൊടുക്കേണ്ട കാരണേ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാച്ചിട്ട് നമുക്ക് അച്ഛനെ പട്ടിണിക്കിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ ബസ്സിൻ്റെ സമയം അനുസരിച്ച് പിന്നെ രാവിലെ ഒരു 7:30 ആയപ്പോഴാണ് ചേച്ചി പറയണത്. അപ്പോൾ ജാനിയുടെ സ്കൂളിൽ ശനിയാഴ്ച മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് ജനറൽ ബോഡി ആയിരുന്നു ജാനിയുടെ സ്കൂളിൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ PTL ഉണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ജനറൽ ബോഡി വെച്ചത് ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് സ്കൂളിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്നോട് ആദ്യം ചേച്ചി പറഞ്ഞു നമുക്ക് ശനിയാഴ്ച പോകാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശനിയാഴ്ചയ്ക്ക് പറ്റില്ല, സ്കൂളിലെ ജനറൽ ബോഡിയാണ്, അപ്പോൾ എനിക്ക് പോയേ പറ്റൂ, അപ്പോൾ ശനിയാഴ്ച എനിക്ക് പറ്റില്ല പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നാൽ വേണ്ട നമുക്ക് വെള്ളിയാഴ്ച പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിള്ളേരുടെ 4 പേരുടെ സ്കൂൾ മുടക്കിയിട്ടാണ് നമ്മൾ വെള്ളിയാഴ്ച പോയത്. അങ്ങനെ നമ്മൾ എന്താ പറയുക പെട്ടെന്ന് രാവിലെ 7 മണിക്കാണ് ചേച്ചി വിളിച്ച് പറയണത് നമുക്ക് ഇന്ന് പോകാമെന്ന്. അപ്പോൾ അതുവരെ നമ്മൾ ശനിയാഴ്ച പോവാം. പിന്നെ അവൾ പൊന്നേട്ടൻ്റെ അനിയത്തി കാണാൻ പോകുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ പോവാം. അങ്ങനെയൊക്കെ പ്ലാനിങ് ഇല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് പോയതായിരുന്നു. അങ്ങനെ നമ്മൾ എന്താ പറയുക ഭയങ്കര മഴയും ഒരു സുഖമില്ലാത്ത അന്തരീക്ഷവും ആകെ നമുക്ക് മടുത്തു പോയി വന്നപ്പോഴേക്കും ബ്ലോക്കിലൊക്കെ പോയിട്ട് നമ്മൾ രാത്രി തിരിച്ചെത്തിയപ്പോൾ രാത്രി 9:10 മണി 9:45 10 മണിയായപ്പോഴും നമ്മൾ രാത്രി തിരിച്ച് ചേച്ചിയുടെ ഫ്ലാറ്റിലെത്തി. എന്നിട്ട് അന്ന് ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ പിന്നെ അന്ന് ചേച്ചിയോടെ തങ്ങിയിട്ടാണ് പോകുന്നത്. ആകെ മടുത്ത് പോയായിരുന്നു അന്ന് പോയിട്ട്. പിന്നെന്താ വെച്ചാൽ എന്താ പറയുക അമ്മൂമ്മ ഉണ്ടായിരുന്നു ചേച്ചിയോട്. അപ്പോൾ അമ്മൂമ്മേനെ നമുക്ക് തന്നെ ഫ്ലാറ്റിൽ നിർത്തിയിട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മൂമ്മേനെ എടുത്ത് മാടക്കത്ര കൊണ്ടാക്കി പിന്നെ മണ്ണുത്തിയിൽ വന്ന് നമ്മൾ കുഞ്ഞിനെ കാണാൻ പോകല്ലോ. അപ്പോൾ നമുക്ക് മോൾക്ക് എന്തെങ്കിലും മോളായിരുന്നു കേട്ടോ, വിഷ്ണുവേട്ടൻ്റെ 2ാമത് മോൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും മേടിച്ചു കൊണ്ട് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ മണ്ണുത്തിയിൽ കയറിയ ഡ്രസ്സൊക്കെ എടുത്ത് അത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക അവിടെ വലിയ സെലക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കത് വലിയ ഇഷ്ടമായില്ല. ഇനി വേറെ കയറാനുള്ള മടിക്ക് നമ്മൾ അവിടെ നിന്ന് 2 എടുത്തു. എങ്കിൽ പോലും അത് കൊണ്ടുപോകാൻ നമുക്കൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ പാലാരിവട്ടം എന്താ പറയുക നൈ മെഡിസിറ്റിയിലായിരുന്നു കേട്ടോ ഇവർ, അതായത് ഡെലിവറി അവിടെയായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ എത്തുന്നതിന് മുൻപ് ഒരു വെസ്റ്റേൺ എന്താണ്ട് പറഞ്ഞിട്ടൊരു തുണിക്കടയിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടൻ്റെ ഫോണിലെടുത്തത്. പിന്നെ ഞാനിപ്പോൾ അത് എഡിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ആ വീഡിയോ ഇതിൽ ഇല്ല എന്നുള്ളത് കണ്ടത്. പിന്നെ ഞാൻ ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ പുറത്ത് പോയിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 11:30 അച്ഛന് ഫുഡ് കൊടുത്ത് നേരെ ചേച്ചിയോടെ പോയി. ചേച്ചീൻ്റെ അമ്മൂമ്മേനെ എടുത്ത് അമ്മൂമ്മേനെ മടക്കത്ര കൊണ്ടാക്കി. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ 3:30 കഴിഞ്ഞു നമ്മൾ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ. ഹോസ്പിറ്റലിലെത്തി അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ പറയുക കൊരട്ടി പള്ളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ കാക്കകളുടെ ഭയങ്കര ഡാൻസായിരുന്നു കേട്ടോ. ഡാൻസ് എന്ന് പറഞ്ഞു വെച്ചിട്ട് ആരും കളിയാക്കരുത്. എന്താ പറയുക കാക്കകൾക്ക് എന്തോ കൂട്ടയോട്ടം എന്നൊക്കെ പറയില്ല, അങ്ങനെ ആകാശത്ത് ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ എന്നെ ഏട്ടൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, പുതിയ ഫോണാണ് നീ അത് റൂട്ടിലിടണ്ടായിട്ടാണെങ്കിൽ സ്ക്രീൻ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴും ഒട്ടിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഗ്ലാസ് കിട്ടാനില്ല, ഇപ്പോൾ ഇവിടെ ഒന്നും കിട്ടണില്ല, ഷോപ്പുകളിലൊന്നും ഇല്ല. അപ്പോൾ സ്ക്രീൻ ഗ്ലാസ് ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, ഫോൺ താഴെ ഇട്ടാൽ പൂട്ടാ ഇനി മേടിച്ച് തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വിധം ഞങ്ങൾ പോയി 3:30 ആയി നമ്മൾ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ. ഹോസ്പിറ്റലിലെത്തിയത് അതിലും വിറ്റായിരുന്നു ഗൈസ്. ഹോസ്പിറ്റലിൽ കിടക്കണത് ഒരു ലോകത്ത്, ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് കിടക്കണത് വേറൊരു ലോകത്ത്. അയ്യോ നടന്ന് അതങ്ങനെ ഒരു വിറ്റ്.
ആകെ മൊത്തം എന്താ പറയുക ഫ്ലോപ്പായ ഒരു ദിവസം എന്നൊക്കെ വേണമെങ്കിൽ പറയായിരുന്നു അന്ന്. ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ കണ്ട ഒരു സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മടുത്തു പോയിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട്. പിന്നെ നമ്മളത് അങ്ങനെ അപ്പോളോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ്. അങ്കമാലി എത്താറായിട്ടുണ്ട്. നമ്മൾ അച്ഛന് വയ്യാണ്ടായ സമയത്ത് നമുക്ക് അച്ഛൻ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലായിരുന്നു ഫസ്റ്റ് നമ്മൾ കാണിച്ചത്. കാണിക്കാൻ ചെന്നെങ്കിൽ അച്ഛൻ്റെ കാലുമ്മ ഷുഗറിൻ്റെ ഒക്കെ ചെറിയ മുറിവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് പോയതായിരുന്നു. അവിടെ വെച്ചാണ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് നമ്മൾ. അപ്പോൾ അവർ പറഞ്ഞു തൃശ്ശൂർ വരെ എത്തില്ല, വേറെ നല്ല ഹോസ്പിറ്റലിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ അവിടെ അടുത്തുള്ളതിൽ നല്ല ഹോസ്പിറ്റൽ മൗലാനിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ മൗലാനയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു 4 ദിവസം ICUവിലൊക്കെ കിടന്നിട്ടാണ് ഒന്ന് ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് നമുക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക നമ്മൾ എഴുതി ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് എൻ്റെ ഒരു ഇതിന് മാത്രമായിട്ട് നമ്മൾ തൃശ്ശൂർ ദയയിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അവിടെ നിന്നായിരുന്നു സർജറിയൊക്കെ. അപ്പോൾ അപ്പോളോയിൽ നമുക്ക് ഒരു പരിചയമുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഹൈദരാബാദ് അപ്പോളോയിൽ ആൾ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു, സജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ. അപ്പോൾ ആളെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് ആ ഹോസ്പിറ്റലിൽ ഇടപെടണതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ആൾ പറഞ്ഞു അപ്പോളോയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ചെയ്തോളാം. അപ്പോൾ പിന്നെ നമുക്കവിടെ ഇതുണ്ട് നമ്മൾ പറയാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെയാണ് നമ്മൾ ദയയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഇതാപ്പി കണ്ട നമുക്ക് നല്ല ബ്ലോക്കായിരുന്നു. അങ്കമാലിക്ക് എത്തിയിട്ട് നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. എന്നിട്ട് പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് നടക്കുന്നതാണ് ഇത്. നടന്ന് മടുത്ത് പോയത്. ആ ചേച്ചിയും മക്കളൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇതാ നേരെ കാണുന്ന പച്ച പണി നടക്കുന്ന ആ ബിൽഡിങ്ങിൽ അതാണ് ഹോസ്പിറ്റൽ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ നമുക്ക് അവിടുത്തെ കൊച്ചി മെട്രോ കാണാൻ പറ്റിയിരുന്നു. ഹോസ്പിറ്റലിൻ്റെ ബാൽക്കണിയിൽ ഇറങ്ങി നിന്നപ്പോൾ കൊച്ചി മെട്രോ കാണാൻ പറ്റിയിട്ടാണ്. ഈ മെട്രോ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല അതിൽ. എനിക്ക് അതിൽ കയറണം എന്നൊരാഗ്രഹമുണ്ട്, പക്ഷേ നടന്നിട്ടില്ല ഇതുവരെ. ഇനി എപ്പോൾ അത് പോസിബിൾ ആവും എന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് ആലുവ വിശേഷങ്ങളുമായിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. നമ്മൾ രാത്രി വീട്ടിലെത്തിയപ്പോഴത്തേക്കും 10 മണി ആയിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ട മെട്രോ പോണ കണ്ട. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.